LDF കാണിക്കുന്ന കാര്യങ്ങളൊക്കെ മാർക്സ് വന്ന് കാണുകയാണെങ്കിൽ തെരണ്ടി വാല് കൊണ്ട് ഇവരെയൊക്കെ അടിച്ച് മാർക്സ് തന്നെ കൊല്ലുമെന്ന്. ആ തരത്തിലാണ് ഭരണം നടത്തുന്നത്. കാരണം മാർക്സിയൻ ഫിലോസഫിയൊക്കെ എന്നേയും മരിച്ചു പോയിരിക്കുന്നു, കാലഹരണപ്പെട്ടു പോയിരിക്കുന്നു. LDF എന്നും പറഞ്ഞ് നടക്കുന്ന, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽപ്പെട്ടവരെന്ന് പറഞ്ഞ് നടക്കുന്ന ആരും തന്നെ മാർക്സിനെ ഓർമ്മിക്കുന്നു പോലുമില്ല. നമസ്കാരം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് ഇൻ എയ്ഡ് സ്ഥാപനങ്ങളുള്ളത് കേരളത്തിലാണ്. എന്തിനാണ് കേരളത്തിൽ ഇത്രയും ഗ്രാൻഡ് ഇൻ എയ്ഡ് സ്ഥാപനങ്ങൾ എന്ന് കേന്ദ്ര സർക്കാർ തന്നെ കേരള സർക്കാരിനോട് ചോദിച്ചിട്ടുണ്ട്. CPM ഇഷ്ടപ്പെട്ട ആളുകൾക്ക് അല്ലെങ്കിൽ അവരുടെ ചാർച്ചക്കാർക്ക് ഉദ്യോഗം നൽകുന്നതിന് വേണ്ടിയും അവരെ പാർട്ടിയിൽ ചേർത്ത് നിർത്തുന്നതിന് വേണ്ടിയും വാരിക്കോരി ഓരോരോ ആനുകൂല്യങ്ങൾ കൊടുത്ത് ഗ്രാൻഡ് ഇൻ എയ്ഡ് സ്ഥാപനങ്ങളിൽ നിലനിർത്തിയിരിക്കുന്നു. സർക്കാരിന് നേരായ സമയത്ത് നേരായ നിർദ്ദേശങ്ങൾ നൽകുക എന്നൊക്കെയാണ് ഇങ്ങനെയുള്ള പല സ്ഥാപനങ്ങളുടെയും ഉദ്ദേശമെങ്കിലും പലപ്പോഴും ഇതൊന്നും നടക്കാറില്ല എന്ന് തന്നെയാണ് ഈ രംഗത്ത്, സാമ്പത്തിക രംഗത്ത് വിദഗ്ധയായ ഡോക്ടർ മേരി ജോർജ് അഭിപ്രായപ്പെടുന്നത്. ഇന്ന് CPMകാർ എന്ന് പറയുന്നവർ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറയുന്നവർ മാർക്സിയൻ സിദ്ധാന്തങ്ങളിൽ നിന്നും ബഹുദൂരം പിന്നിലാണ് സഞ്ചരിക്കുന്നത്. അഥവാ ഇന്ന് കാറൽ മാർക്സിന് ഇറങ്ങി വരാൻ സാധിക്കുമെങ്കിൽ ഇന്നത്തെ CPMകാരെ, കമ്മ്യൂണിസ്റ്റുകാരെ ചാട്ടവാറുകൊണ്ട്, തിരണ്ടി വാലുകൊണ്ട് അടിച്ചോടിക്കും എന്ന് തന്നെയാണ് മേരി ജോർജ് വ്യക്തമാക്കുന്നത്. കുറെ ഗ്രാൻഡ് ഇൻ എയ്ഡ് സ്ഥാപനങ്ങൾ ഉണ്ടാക്കി വെള്ളാനകളാക്കി മാറ്റി സർക്കാരിൻ്റെ പണം ധൂർത്തടിക്കുന്നതിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ ഇഷ്ടക്കാരെ ചേർത്ത് നിർത്തുന്നതിന് വേണ്ടി, ഇഷ്ടക്കാർക്ക് തൊഴിൽ കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. എന്നാൽ സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് പോലുള്ള മഹത്തായ സ്ഥാപനങ്ങളും കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇത് നമ്മുടെ നിലവിലുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളേക്കാൾ ബഹുദൂരം മുന്നിൽ നിൽക്കുന്ന ഒരു സ്ഥാപനം തന്നെയാണ്. അത്തരത്തിലുള്ള നല്ല സ്ഥാപനങ്ങളും ഉണ്ട്. പക്ഷേ ബഹുഭൂരിപക്ഷ സ്ഥാപനങ്ങളും സർക്കാരിൻ്റെ പണം കട്ടുമുടിക്കുന്നതിന് വേണ്ടി തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ രൂപം കൊടുത്തിരിക്കുന്നത് എന്നാണ് മേരി ജോർജ് അഭിപ്രായപ്പെടുന്നത്. 5 നയാ പൈസ ഇല്ലാതെ ദൈനംദിന ചെലവുകൾക്ക് ബുദ്ധിമുട്ടുന്ന സർക്കാരാണ് ഇതുപോലെ ഗ്രാൻഡ് ഇൻ എയ്ഡ് സ്ഥാപനങ്ങൾ രൂപീകരിച്ചുകൊണ്ട് തങ്ങളുടെ ഇഷ്ടക്കാരെ കുത്തിത്തിരികൊണ്ട് ഇത്തരത്തിൽ സർക്കാരിനും സർക്കാർ ഖജനാവിനും നഷ്ടമുണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് മേരി ജോർജ് പറയുന്നത്. ഗ്രാൻഡ് ഇൻ എയ്ഡ് സ്ഥാപനങ്ങൾക്ക് നൽകുന്ന ഗ്രാൻഡും അല്ലെങ്കിൽ അവർക്ക് വേണ്ടി മാറ്റിവെക്കുന്ന ശമ്പളം, പെൻഷൻ, മറ്റ് യാത്രാബദ്ധകൾ, ബോർഡ് കൂടുമ്പോഴുള്ള മറ്റ് ആനുകൂല്യങ്ങളെല്ലാം കണക്കിലെടുക്കുമ്പോൾ ഇത് വെള്ളാനുകൾ തന്നെയായി മാറുന്നു. കേരള സംസ്ഥാന സർക്കാരിൻ്റെ ഖജനാവ് അത്രയും കട്ടുമുടിക്കുന്ന വെൽഫെയർ അസോസിയേഷനായി ഇത്തരം ഗ്രാൻഡ് ഇൻ എയ്ഡ് സ്ഥാപനങ്ങൾ മാറുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് എന്നാണ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സാമ്പത്തികകാര്യ വിദഗ്ധയായ ഡോക്ടർ മേരി ജോർജ് തുറന്നടിക്കുന്നത്. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെയും LDF സർക്കാരിനെയും കീറി മുറിച്ച് അതിനിശിതമായി വിമർശിച്ചുകൊണ്ട് ഇന്ന് കാറൽ മാർക്സ് ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഇവരെ എല്ലാവരെയും തിരണ്ടി വാലുകൊണ്ട് അടിക്കുമായിരുന്നു എന്ന് വളരെ നിശിതമായി വിമർശിച്ചുകൊണ്ട് മേരി ജോർജ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ഗ്രാൻഡ് ഇൻ എയ്ഡ് സ്ഥാപനങ്ങൾ അങ്കലാപ്പിലാണ്. അവരുടെ ശമ്പളം മുടങ്ങുമോ, തുടർച്ചയായി കിട്ടുമോ എന്നൊക്കെയുള്ള ആശങ്കകൾ അവരെ വേട്ടയാടുന്നു. എന്താണ് ഈ ഗ്രാൻഡ് ഇൻ എയ്ഡ് സ്ഥാപനങ്ങൾ? ഓരോരോ ലക്ഷ്യപ്രാപ്തിക്കായി ഓരോരോ ഘട്ടങ്ങളിൽ ഗവൺമെൻറ് തന്നെ സംഘടിപ്പിക്കുന്ന സ്ഥാപനങ്ങളാണ് ഗ്രാൻഡ് ഇൻ എയ്ഡ് സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. അത് ബജറ്റിൽ അവർക്ക് ഗ്രാൻഡ് ഇൻ എയ്ഡ് കൊടുക്കും. ആ ഗ്രാൻഡ് ഇൻ എയ്ഡിൻ്റെ സഹായത്തോടു കൂടിയായിരിക്കും അവരുടെ പ്രവർത്തനം ക്രമീകരിക്കുക. ശമ്പളം ഇതെല്ലാം കൊടുക്കുന്നതും ഇങ്ങനെ കിട്ടുന്ന ഫണ്ടിൽ നിന്ന് തന്നെ ആയിരിക്കും. ഏകദേശം 200ഓളം ഗ്രാൻഡ് ഇൻ എയ്ഡ് സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ട്. ഇതിലേറ്റവും കൂടുതൽ ഗ്രാൻഡ് ഇൻ എയ്ഡ് സ്ഥാപനങ്ങൾ സ്ഥാപിച്ചിട്ടുള്ളത് നമ്മുടെ LDF ഗവൺമെൻറ്റുകൾ തന്നെയാണ് കേട്ടോ. കാരണം അവർക്ക് സ്വന്തക്കാരെ തിരികെ കയറ്റാൻ വേണ്ടി എല്ലാ ഘട്ടത്തിലും ഏതെങ്കിലും ഗ്രാൻഡ് ഇൻ എയ്ഡ് സ്ഥാപനങ്ങൾ സ്ഥാപിക്കുക സ്വാഭാവികമാണ്. കേന്ദ്ര ഗവൺമെൻറ് തന്നെ ചോദിച്ചിട്ടുണ്ട്, എന്തിനാ ഇവിടെ ഇത്രയധികം ക്ഷേമ ബോർഡുകൾ? അപ്പോൾ എന്തുത്തരമാണ് പറയുക? ഒരൊറ്റ ക്ഷേമ ബോർഡിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഏത് വകുപ്പിലെ കയറ് തൊഴിലാളികളുടെ ആകട്ടെ, കശുവണ്ടി തൊഴിലാളികളുടെ ആകട്ടെ, അല്ലെങ്കിൽ ചുമട്ട് തൊഴിലാളികളുടെ ആകട്ടെ, അതും അല്ലെങ്കിൽ മറ്റേതെങ്കിലും മേഖലയിലുള്ള തൊഴിലാളികളുടെ ആവട്ടെ, ഇവരുടെയൊക്കെ ക്ഷേമം ഉറപ്പുവരുത്താൻ ആ മേഖലയിൽ തന്നെ ഒരു ക്ഷേമ ബോർഡ് വരണമെന്ന് വല്ല നിർബന്ധവുമുണ്ടോ? അത് സത്യം പറഞ്ഞാൽ യുക്തിരഹിതമല്ലേ അങ്ങനെ കൊണ്ടുവരുന്നത്? അത് യുക്തിരഹിതമെന്ന് മാത്രവുമല്ല, ഒരു കാര്യവുമില്ലാതെ ചെലവ് വരുത്തി കൂട്ടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഉള്ള ചെലവുകൾ വരുത്തുന്ന ഒത്തിരി ഗ്രാൻഡ് ഇൻ എയ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എനിക്ക് തന്നെ അറിയാം. പ്രഗത്ഭനായ ഒരു ഫിനാൻസിൻ്റെ ചീഫ് സെക്രട്ടറി
പറഞ്ഞിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് തന്നെ സംസ്ഥാന ഗവൺമെൻറ്റിനോട് ചോദിച്ചിട്ടുണ്ട്, എന്തിനാണ് ഇത്രയധികം വെൽഫെയർ ബോർഡ്സ്, ഒരൊറ്റ ബോർഡ് പോരെ, ഒറ്റ ബോർഡിന് തന്നെ നടത്താവുന്നതല്ലേ ഈ വെൽഫെയർ സ്കീംസ് മുഴുവനും. അതിന് പകരം ഓരോ വെൽഫെയർ ബോർഡും വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് നമുക്കറിയാം. വെൽഫെയർ ബോർഡിന് ഒരു ചെയർമാൻ വേണം, അവിടെ കുറച്ച് പോസ്റ്റുകൾ പിന്നെയും വരണം, ക്ലറിക്കൽ പോസ്റ്റുകളും അങ്ങനെയും ഇങ്ങനെയും ബോർഡും, അതായത് അഡ്വൈസറി ബോർഡ് തൊട്ടുള്ള പിന്നെ ഭരണ സംവിധാനങ്ങൾ, അവർക്കൊക്കെ ബോർഡ് മീറ്റിംഗ് കൂടുമ്പോഴെങ്കിലും ബോർഡിലുള്ളവർക്ക് അതിൻ്റെ DA കൊടുക്കുക, പിന്നെ അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്നവർക്ക് സ്ഥിരമായിട്ട് അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്ന ശമ്പളം കൊടുക്കുക, അവർ പെൻഷനാകുമ്പോൾ പെൻഷൻ കൊടുക്കുക. ഇതുപോലെ നിരവധി ബാധ്യതകളാണ് സംസ്ഥാന ഗവൺമെൻറ്റിന് ഇത്തരം ഗ്രാൻഡ് ഇൻ എയ്ഡ് സ്ഥാപനങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഉണ്ടാവുക. പക്ഷേ അതിൽ ചില സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് വളരെ പ്രാഗൽഭ്യത്തോടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങൾ. അത്തരം സ്ഥാപനങ്ങളെ നമ്മൾ എന്തിനാ ഇവയൊക്കെ തുടങ്ങി എന്ന് ചോദിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. അതായത് ഉദാഹരണം സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ്, CDS എനിക്ക് തോന്നുന്നു AK ആൻ്റണി ആണെന്ന് തോന്നുന്നു അത് പിന്നെ തുടങ്ങുന്നതിനുള്ള ആരംഭം കുറിക്കുകയും സഹായിക്കുകയും ഒക്കെ ചെയ്തത്. പക്ഷേ സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ലോക ഗവേഷക കേന്ദ്രങ്ങളുടെ ഒപ്പം തല ഉയർത്തി നിൽക്കുന്ന കേരളത്തിലെ ഏക ഗവേഷക സ്ഥാപനമാണ്. കേരളത്തിലെ യൂണിവേഴ്സിറ്റികളെക്കാളും ഒക്കെ ഉയർന്ന നിലവാരം പുലർത്തുന്ന, അല്ലെങ്കിൽ അവയിലെ ഏറ്റവും മികവുള്ള യൂണിവേഴ്സിറ്റി പോലെ തന്നെ നിലവാരം പുലർത്തുന്ന ഒരു ഗവേഷണ സ്ഥാപനമാണ് സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് പ്രശാന്ത് നഗറിലുള്ള. അതുപോലെ തന്നെ ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടാക്സേഷൻ സ്റ്റഡീസ്, അതായത് ഗിഫ്റ്റ് കൊണ്ടുവന്നത് LDF ഗവൺമെൻറ്റാണ്. പക്ഷേ അത് ഗുലാത്തിയുടെ പേരിൽ. പക്ഷേ ഗിഫ്റ്റും ഇതുപോലെയാണ് ഗവൺമെൻറ്റിനെ ഭരണത്തിൽ സഹായിക്കുക. അപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം, എന്നിട്ടാണോ ഇപ്പോൾ ഇത്രയധികം ഭരണപ്രതിസന്ധിയിലേക്ക് പോയിരിക്കുന്നത്? ഭരണപ്രതിസന്ധിയല്ല, ധനപ്രതിസന്ധിയിലേക്ക് സംസ്ഥാനം പോകുന്നത്. അത് ഗിഫ്റ്റിനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഗിഫ്റ്റ് ഉപദേശിച്ചാലൊന്നും കേൾക്കുന്നവരല്ല നമ്മുടെ രാഷ്ട്രീയക്കാർ. ഗിഫ്റ്റല്ല, CDS അല്ല, ആര് ഉപദേശിച്ചാലും അവരവരുടെ വഴിക്ക്, അതായത് രാഷ്ട്രീയക്കാർക്ക് അവർക്ക് ചില ലക്ഷ്യങ്ങളുണ്ട്. പലപ്പോഴും ഇപ്പോൾ ഭരണത്തിൽ വരുന്ന രാഷ്ട്രീയക്കാരുടെ ലക്ഷ്യം ജനസേവനവും സംസ്ഥാനത്തിൻ്റെ വികസനവും ഒന്നുമല്ല. അവർക്ക് വേറെ ചില അജണ്ടകളുണ്ട്. ആ അജണ്ടകളിൽ പിന്നെ അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറയാറുള്ളത്, LDF കാണിക്കുന്ന കാര്യങ്ങളൊക്കെ മാർക്സ് വന്ന് കാണുകയാണെങ്കിൽ തെരണ്ടിവാല് കൊണ്ട് ഇവരെയൊക്കെ അടിച്ച് മാർക്സ് തന്നെ കൊല്ലുമെന്ന്. ആ തരത്തിലാണ് ഭരണം നടത്തുന്നത്. കാരണം മാർക്സിയൻ ഫിലോസഫിയൊക്കെ എന്നേയും മരിച്ചു പോയിരിക്കുന്നു, കാലഹരണപ്പെട്ടു പോയിരിക്കുന്നു. LDF എന്നും പറഞ്ഞ് നടക്കുന്ന, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽപ്പെട്ടവരെന്ന് പറഞ്ഞ് നടക്കുന്ന ആരും തന്നെ മാർക്സിനെ ഓർമ്മിക്കുന്നു പോലുമില്ല. ഇത് കഴിഞ്ഞ ദിവസം ഒരിക്കൽ ചാനലിൽ സംസാരിക്കുന്ന കൂട്ടത്തിൽ ഒരു മാന്യ LDFകാരൻ, ഞാൻ അദ്ദേഹം വിവരമുള്ളവനാണെന്ന് വിചാരിച്ചിരുന്നത്, അദ്ദേഹം പറയാണ് മൂലധനവും ദാസ് ക്യാപിറ്റലും എന്ന് പറഞ്ഞാൽ രണ്ട് സാധനമാണെന്ന് അദ്ദേഹം വിചാരിച്ചിരിക്കുന്നത്. മൂലധനം എന്ന് പറയുന്നത് ദാസ് ക്യാപിറ്റലിൻ്റെ മലയാളത്തിലേക്കുള്ള തർജ്ജമയാണ് എന്ന് മനസ്സിലാക്കാതെ ദാസ് ക്യാപിറ്റലും മൂലധനവും എന്ന് ചാനലിൽ പറയുന്നത് കേട്ടപ്പോൾ ഞാൻ ഓർത്തത്, രണ്ടും ഇയാൾ വായിച്ചിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ ഈ പേരിങ്ങനെ പറയുന്നത്? അതായത് ഒന്ന് വായിച്ചാൽ മറ്റേത് ഇത് തന്നെയാണെന്ന് മനസ്സിലാകും, അങ്ങനെ ചെയ്തില്ലല്ലോ അറ്റ്ലീസ്റ്റ് എന്ന് വിചാരിച്ചു. അപ്പോൾ ആ തരത്തിലാണ്, ആ വാക്കുകൾ പോലും അറിയില്ല, പിന്നെയല്ലേ ഐഡിയോളജിയുടെ അകത്തുള്ളത് എന്താണെന്ന്. അതൊക്കെ പോട്ടെ. അപ്പം ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഗ്രാൻഡ് ഇൻ എയ്ഡ് സ്ഥാപനങ്ങളിൽ CDS പോലെ ഗിഫ്റ്റ് പോലെ വളരെ പ്രശസ്തമായ പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അതുപോലെ നമ്മുടെ ഒരുപാട് പിന്നെ ആർട്സ്, അതായത് നമ്മുടെ സാംസ്കാരിക മേഖലയിലുള്ള പല ഗ്രാൻഡ് ഇൻ എയ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസും വളരെ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകുന്നവയാണ്. പക്ഷേ അവയ്ക്കൊക്കെ പ്രോജക്റ്റ് ചെയ്ത് ഫണ്ട് കൊണ്ടുവരാനുള്ള ത്രാണി എത്രയുണ്ടെന്ന് എനിക്കറിഞ്ഞുകൂടാ. സത്യത്തിൽ യൂണിവേഴ്സിറ്റികളൊക്കെ യൂണിവേഴ്സിറ്റികൾ ഗ്രാൻഡ് പിന്നെ വാങ്ങുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസാണ് ഗവൺമെൻറ്റിൽ നിന്ന്. ഗവൺമെൻറ് ഗ്രാൻഡ് കൊടുക്കാതിരുന്ന യൂണിവേഴ്സിറ്റികളുടെ ശമ്പളം കൊടുക്കൽ തന്നെ നിന്നു പോകും. അങ്ങനെയുള്ളവയാണ്. അപ്പോൾ ആ യൂണിവേഴ്സിറ്റികൾക്കൊക്കെ വേണമെങ്കിൽ സ്വന്തം കാലിൽ നിൽക്കാം. അവർക്ക് ധാരാളം അന്താരാഷ്ട്ര പ്രോജക്റ്റുകൾ കിട്ടാം, അതുപോലെ തന്നെ UGCയുടെ പ്രോജക്റ്റുകൾ കിട്ടാം. അങ്ങനെ ഇഷ്ടം പോലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ വിവിധ മന്ത്രാലയങ്ങളുടെ പ്രോജക്റ്റുകൾ തന്നെ കിട്ടാം. ഇതിനൊക്കെ വേണ്ടി പക്ഷേ അധ്വാനിക്കണം അധ്യാപകർ അവരോടൊപ്പമുള്ള ഗവേഷകരായ വിദ്യാർത്ഥികളിൽ ചേർന്ന് നന്നായിട്ട് അധ്വാനിക്കുകയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ കേരളവും നന്നാകും, നമ്മുടെ ഗവേഷണ സ്ഥാപനങ്ങളും നന്നാവും, വലിയ വരുമാനവും ഉണ്ടാകും. ഇവിടെ ഈ മന്ത്രി രാജീവ് പറയുന്നുണ്ടല്ലോ, എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോടും ചേർന്ന് സ്റ്റാർട്ടപ്പുകൾ വേണമെന്ന്. അതൊക്കെ സംഭവിക്കും. ഇതുപോലെ ക്രിയാത്മകമായി പ്രവർത്തിക്കുകയും ചിന്തിക്കുകയും അധ്യാപകരും വിദ്യാർത്ഥികളും ഗവേഷണ കൗതുകത്തോടെ
കാര്യങ്ങൾ നോക്കിക്കാണുകയും ചെയ്യുകയാണെങ്കിൽ ഒരുപാട് സാധ്യതകളുണ്ട് കേരളത്തിൽ. അപ്പം അങ്ങനെയൊക്കെയുള്ള പ്രതീക്ഷയോടെയാണ് ഓരോ ഗ്രാൻഡ് ഇൻ എയ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷനും കൊണ്ടുവരുന്നത്. പക്ഷെ കൊണ്ടുവന്നു കഴിഞ്ഞ് നമുക്കറിയാം, ഞാനിപ്പോൾ പിന്നെ സ്ഥാപനത്തിൻ്റെ പേര് പറയുന്നില്ല, ആൾക്കാരെ ആക്ഷേപിച്ചു എന്നുള്ളൊരു പഴി കേൾക്കണ്ടല്ലോ. അതുകൊണ്ട് നമുക്കറിയാം, പിന്നെ 10 കൊല്ലം ആയ വണ്ടി വേണ്ടെന്ന് വെച്ച് പുതിയ കാറ് മേടിച്ചു. ഒരു സ്ഥാപനത്തിന് വേണ്ടിയിട്ട് ഒന്നാം പിണറായി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഒരു ബോർഡിൻ്റെ ഒരു ചെയർമാനെ അപ്പോയിൻറ്റ് ചെയ്തതിൽ അതൊക്കെ രാഷ്ട്രീയ രംഗത്തെ പ്രഗത്ഭരെയാണ്. പ്രഗത്ഭരെയും എന്ന് വെച്ചാൽ അറിവുകൊണ്ടുള്ള പ്രാഗൽഭ്യമല്ല ഞാൻ പറഞ്ഞത് കേട്ടോ. രാഷ്ട്രീയം കളിച്ച് പ്രാഗൽഭ്യം തെളിയിച്ചവർ, അറിവുകൊണ്ട് പ്രാഗൽഭ്യം തെളിയിക്കുന്നവരാ ഇത്തരം പോസ്റ്റുകളിൽ വരേണ്ടത്. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ആ പോസ്റ്റുകൾ തന്നെ ഫ്രക്ടിഫൈ ചെയ്ത് അവയ്ക്ക് വേണ്ടത്ര ഫണ്ട് അവ തന്നെ സൃഷ്ടിക്കും. അപ്പോൾ ഗ്രാൻറ്റിൻ്റെ ആവശ്യമില്ല, ശമ്പളവും മറ്റെല്ലാം അവർക്ക് തന്നെ കൊടുക്കാൻ പറ്റും. പക്ഷെ അങ്ങനെ ത്രാണിയുള്ളവരല്ല ഈ ചെയർമാൻ സ്ഥാനത്തും ഒന്നും ഇരിക്കുന്നവർ. അവർ വരും, വടയും ചായയും കഴിക്കും. അതിനേക്കാളൊക്കെ മുറ്റിയ സാധനങ്ങൾ, ഇപ്പോൾ വടയും ചായയൊക്കെ ഔട്ട് ഓഫ് ഫാഷനായി. അപ്പോൾ വലിയ ശമ്പളം മേടിക്കും, വലിയ കാറുകളിൽ യാത്ര ചെയ്യും, വലിയ മീറ്റിങ്ങുകളൊക്കെ സംഘടിപ്പിക്കും. ഇങ്ങനെ നടക്കും. അന്നത് കഴിഞ്ഞ് ഗവേഷക രംഗത്തേക്കൊന്നും തിരിഞ്ഞു നോക്കാനുള്ള ത്രാണിയില്ല, ചെയ്യുകയുമില്ല. അപ്പോൾ അങ്ങനെയുള്ള ഗ്രാൻഡ് ഇൻ എയ്ഡ് സ്ഥാപനങ്ങളും ഉണ്ട്. ചില ഗ്രാൻഡ് ഇൻ എയ്ഡ് 27 സ്ഥാപനങ്ങൾ ചൂണ്ടി പറയുന്നു സ്വന്തമായിട്ട് ശമ്പള പരിഷ്കരണം നടത്തിക്കളഞ്ഞു. അതായത് ഗവൺമെൻറ് ബജറ്റ് വഴി തരുന്ന ഗ്രാൻഡ് ഉപയോഗിച്ചാണ്, അല്ലെങ്കിൽ പ്ലാൻ ഫണ്ടും ഒക്കെ എടുത്ത്, പ്ലാൻ ഫണ്ട് മറ്റ് പ്രവർത്തനങ്ങൾക്ക്, വികസന പ്രവർത്തനങ്ങൾക്ക്, പക്ഷേ വികസന പ്രവർത്തനങ്ങൾക്ക് മാറ്റിവെച്ചാൽ ശമ്പളം കിട്ടില്ല. അത് കാരണം അതും കൂടി എടുത്താണ് അതായത് ഇവർക്ക് കൊടുക്കുന്ന ഗ്രാൻഡ് ഇൻ എയ്ഡും പദ്ധതി ഫണ്ടും ഒക്കെയും കൂടി എടുത്താണ് ശമ്പളവും പെൻഷനും ഒക്കെ കൊടുത്ത് ഈ ഗ്രാൻഡ് ഇൻ എയ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മുൻപോട്ട് പോകുന്നത്. അങ്ങനെ ഇരിക്കുന്ന ആ ഇൻസ്റ്റിറ്റ്യൂഷൻസ് തന്നെ എന്തോ ഒരു ഗർവമെന്നൊന്ന് ആലോചിച്ച് നോക്കണേ. തീരുമാനിച്ച് ശമ്പള പെൻഷൻ പരിഷ്കരണങ്ങൾ നടത്തുക. അതായത് നാം സാധാരണക്കാർ കൊടുക്കുന്ന നികുതി പണത്തിന് പുല്ല് വില കൽപ്പിക്കുന്നില്ലെന്ന് അതിൻ്റെ അർത്ഥം. അതല്ലെങ്കിൽ നികുതി പണം വാങ്ങുന്നവർ ഓരോ പൈസയ്ക്കും ഉത്തരവാദിത്വമുണ്ട് എനിക്ക് എന്ന് വിചാരിച്ചേ അത് ചെലവഴിക്കൂ. അങ്ങനെ അത് ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ആകട്ടെ, ആരുമാകട്ടെ, അങ്ങനെ തന്നെ ചെലവഴിക്കണം. അത് ഫിനാൻസ് മിനിസ്റ്റർ ആകട്ടെ, ആരും. ജനങ്ങളിൽ നിന്ന് നികുതിയായിട്ട് വാങ്ങുന്ന പണം, അല്ലെങ്കിൽ നികുതിയേതര വരുമാനമായിട്ട് വരുന്ന പണം, ഇതൊക്കെ ജനങ്ങളിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ ഒരു ഭരണാധികാരിക്കും അത് മിസ്യൂസ് ചെയ്യാനുള്ള അവകാശമില്ല. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുന്ന ഭരണാധികാരികൾ ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ദുഃഖകരമായ കാര്യം. ഇതിനു മുമ്പ് ഒരു പുസ്തകം ഞാൻ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ആ പുസ്തകമാണ് രഘുറാം രാജൻ എഴുതിയ തേർഡ് പില്ലർ. അദ്ദേഹം പറയാറുണ്ട്, തേർഡ് പില്ലർ ആരാണ്? ജനം. ഭരണത്തിലേക്ക് ഒരു കൂട്ടരെ വോട്ട് ചെയ്ത് കയറ്റി വിടുന്ന ജനമാണ് തേർഡ് പില്ലർ, മൂന്നാം തൂണ്. ഈ മൂന്നാം തൂണിന് എന്താ സംഭവിക്കുക? ഈ ഭരണ തൂണ്, അതായത് നമ്മൾ ഭരണത്തിലേക്ക് കയറ്റി വിടുന്ന ഒന്നാം തൂണ്, അവരാരുമായിട്ട് കൈ കോർക്കുന്നു? രണ്ടാം തൂണുമായിട്ട്. ഏതാണ് ഈ രണ്ടാം തൂണ്? വ്യാപാരി വ്യവസായികൾ അടങ്ങുന്ന കോർപ്പറേറ്റ് ലോകം. അങ്ങനെ ചങ്ങാത്ത മുതലാളിത്തം വളർത്തിയെടുക്കുന്നു. ആ ചങ്ങാത്ത മുതലാളിത്തം ആരുമായിട്ടാണ്? ഗവൺമെൻറ്റും കോർപ്പറേറ്റുകളും വ്യാപാരി വ്യവസായികളും തമ്മിൽ. അപ്പം അവരുടെ ക്ഷേമം, അവരുടെ വളർച്ച. ഇപ്പം തന്നെ നമുക്കറിയാം, ആദ്യത്തെ ട്രില്യണറായിട്ട് വരാൻ പോകുന്നത് എലൺ മസ്ക് ആണ്. അതേ സമയത്ത് രണ്ടാമത്തെ ട്രില്യണർ ആവുക മിക്കവാറും അദാനി ആയിരിക്കും എന്നാണ് കണക്കുകൾ കൂട്ടി, വെൽത്തിൻ്റെ പൊസിഷനൊക്കെ നോക്കിയിട്ട് പിന്നെ ലോകം ഇപ്പോൾ കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. മൂന്നാമത് വരുന്നത് മുകേഷ് അംബാനി ആയിരിക്കും ട്രില്യണർ ആയിട്ട് വരുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ എന്ന് വെച്ചാൽ എന്താ അതിൻ്റെ അകത്ത് അർത്ഥമാക്കുന്നത്? അതിൻ്റെ അർത്ഥം ഇന്ത്യയിലെ ഈ ഉള്ളവരും ഇല്ലാത്തവരും തമ്മിലുള്ള വിടവ് വലിയ തോതിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇല്ലാത്തവർ കൂടുതൽ ഇല്ലാത്തവരാകുന്നു. നമുക്കറിയാം, തൊഴിലില്ലായ്മ ഏറ്റവും കൂടുതലാണ് ഇന്ത്യയിൽ ഇപ്പോൾ. ILOയുടെ കണക്കനുസരിച്ച് 82% തൊഴിലില്ലായ്മ നിരക്ക് ഇന്ത്യയിൽ. നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അതൊന്നും സമ്മതിക്കുന്നില്ല കേട്ടോ. വളരെ ചെറിയ തോതിലെ തൊഴിലില്ലായ്മ ഇവിടെ സൂചിപ്പിക്കുന്നുള്ളൂ. അത് വേറെ. പക്ഷേ ഇവിടെ ILO, ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ, ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷന് ലോകത്ത് എവിടെയുമുള്ള തൊഴിലില്ലായ്മയെ പറ്റി വളരെ കൃത്യമായ രീതിയിൽ കമ്പാരിസൺസിന് വേണ്ടിയാണ് പഠിക്കുന്നത്. അല്ലാണ്ട് ഏതെങ്കിലും ഒരു രാജ്യത്തെ ഉയർത്തി കാണിക്കാൻ വേണ്ടിയല്ല. എല്ലാ രാജ്യങ്ങളുടെയും അവസ്ഥ എങ്ങനെ, ലോകം പ്രോഗ്രസ്സിലേക്കാണോ അതോ റിട്രോഗ്രഷനിലേക്കാണോ എന്ന് പഠിക്കാൻ വേണ്ടിയാണ് നടത്തുന്നത്. അപ്പോൾ ആ പഠനത്തിലൊക്കെ വലിയ തോതിൽ തൊഴിലില്ലായ്മയാണ് ഇന്ത്യയിലുള്ളത്. ഇന്ത്യയിലാണെങ്കിൽ കേരളത്തിൽ അതിലേറെയാണ്. അതുകൊണ്ടാണല്ലോ പ്രീ ഡിഗ്രി കഴിയുമ്പോഴേ നമ്മുടെ കുട്ടികളൊക്കെ പുറത്തേക്ക് പോകുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് ഈ 200ഓളം ഗ്രാൻഡ് ഇൻ എയ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ഗവൺമെൻറ് പ്രോത്സാഹിപ്പിച്ചു കൊണ്ടുപോകുന്നത്.
അവയുടെ ശമ്പളം കൊടുക്കാൻ പറ്റുമോ എന്ന് ഗവൺമെന്റിന് സംശയം തോന്നുന്ന ഒരവസ്ഥ. കാരണം ഖജനാവിൽ വല്ലതും ഉണ്ടെങ്കിലല്ലേ പറ്റുള്ളൂ. അങ്ങനെ ഒന്നും ഇല്ലാത്ത ഒരവസ്ഥ. ആ അവസ്ഥയിലാണ് ഗവൺമെന്റ് പറയുന്നത് ഇതിങ്ങനെ പോകാൻ പറ്റില്ല, അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കഴിവനുസരിച്ച് കഴിവ് ഉപയോഗിച്ച് ശമ്പളം കൊടുക്കാനുള്ള മാർഗം കണ്ടെത്തുക, അല്ല എന്നുണ്ടെങ്കിൽ ശമ്പളം കിട്ടാതെ പോകുന്ന ഒരവസ്ഥ വരും എന്ന്. പക്ഷേ പിന്നെ പ്രക്ഷോഭങ്ങളും വഴക്കുകളും ഒക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഗവൺമെന്റ് പറയുന്നു അങ്ങനെ ഒന്ന് പറഞ്ഞു എന്നുള്ളത് ശരിയാണ്, ശരിയായ രീതിയിൽ ക്രമീകരണങ്ങൾ നടത്തണം, ചില നിബന്ധനകളൊക്കെ ഉണ്ടാകണം, പക്ഷേ ശമ്പളം മുടങ്ങാതെ തരും എന്ന് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് ഈ പറയപ്പെട്ട 200 ഇൻസ്റ്റിറ്റ്യൂഷൻസിലെയും ആൾക്കാർക്ക് പിന്നെ അതിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് സമാധാനിക്കാം, അവർക്ക് ശമ്പളം കിട്ടുമെന്ന് തന്നെ.